നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ ഫാമിലി വ്ളോഗ്സൊക്കെ ഇടാറുണ്ട്. അത് നല്ല കണ്ടൻറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എടുത്തിടുക, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കറങ്ങാൻ പോകുന്ന അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടാൽ മതി. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് കണക്കെടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളും പറയുക. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നതാണ്. സോ ഇങ്ങനത്തുള്ളവരുടെ അവധിയിലുള്ളവരുടെ ക്യാരക്ടർ എന്തോന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഈസിയായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സോ അത് കണക്കുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നന്ദൂസ് 10 വ്ളോഗ് എന്ന് പറഞ്ഞ ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അതിൽ നന്ദു ഉണ്ടെങ്കിൽ നന്ദുവിൻ്റെ ഭാര്യ ഇപ്പോൾ ഉണ്ടെങ്കിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആ വീഡിയോയെക്കുറിച്ചാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ വീഡിയോയിലുണ്ടെങ്കിൽ നന്ദു രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെടുത്ത് ഭയങ്കരമായിട്ട് ചൂടാകുന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടെങ്കിൽ പോകാൻ സമയമായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പിച്ചിട്ടില്ലായിരുന്നു അമ്മ. സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും ഇന്നിപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിലും ഈ സമയത്ത് നമുക്ക് പോകണമെന്ന് അറിയാം. ഒന്നെങ്കിൽ നമ്മൾ അലാറം വെച്ചിട്ട് എണീക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എണ്ണിക്കുന്നതുകൊണ്ട് നമ്മളുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണിക്കുന്നതായിരിക്കും. അതല്ലാതെ കാണുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്ന് എണ്ണിപ്പിക്കുന്നു. സോ എന്തായിരുന്നാലും ഈ നന്ദു ഉണ്ടെങ്കിൽ രാവിലെ എണ്ണിച്ചിട്ട് അമ്മയെടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ആ അമ്മയുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടതും അതോടെ തന്നെ ബാക്കിയുള്ള കുടുംബത്തിന് വേണ്ട എല്ലാ ആഹാരവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നന്ദു വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മയെടുത്ത് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ കാണിച്ചത് സമയം പോയല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പോകേണ്ട സമയമാണ്, ബസ് മിസ്സാവുമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്നെങ്കിൽ സംസാരമാണ്. ഈ സമയത്തല്ല അവനുണ്ടെങ്കിൽ ഫോൺ ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് കിട്ടണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളാണ്. മെയിനായിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഈ ഫോൺ ഓണാക്കി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇത് കണക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ എണീപ്പിക്കുക, ഇപ്പോൾ ഉണ്ടെങ്കിൽ സമയം പോയല്ലോ, ബസ് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനുണ്ടെങ്കിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് നോക്കി അങ്ങനത്തുള്ള ഒരു കാര്യവുമില്ല. അതേപോലെ ഉണ്ടെങ്കിൽ അയാളുടെ കാര്യം നോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്താണ് തെറ്റ്. ഇപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകണോ അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെങ്കിൽ അവനാണ് എണ്ണിപ്പിക്കേണ്ടത്. അതല്ലാതെ അവർക്കതിലൊരു ഉത്തരവാദിത്വവും ഇല്ല. അവരുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടുവന്നായിരിക്കും എണ്ണിപ്പിക്കുന്നത്, പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന് ഇതും കൂടെ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവർക്കിത് കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് പേര് ഇതേണെ കൊണ്ട് ഈ വീട്ടിൽ അമ്മയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ ചെയ്യാഞ്ഞത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തോ ഒരു അധികാരത്തോടെ ഭയങ്കരമായിട്ട് പറയാറുണ്ട്. ഈ കാര്യം എന്ന് നോക്കിയാൽ ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ വിചാരിച്ച അതേ കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനെന്തെങ്കിലും തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും അഭിനയിക്കുകയാണെന്ന്, ഇത് വെച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ എണ്ണിച്ചൊന്നും പ്രത്യേകിച്ച് അമ്മയൊന്നും പറയുന്നൊന്നുമില്ല. അവർക്കുണ്ടെങ്കിൽ കാര്യം മനസ്സിലായുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം നോക്കുന്നത്. പക്ഷേ അവനുണ്ടെങ്കിൽ ഇത് കണക്ക് നിങ്ങളതിലെ പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പാവം അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടിട്ട് കരയിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കണക്ക് ഫാമിലി വ്ളോഗ്സും പറഞ്ഞ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നിൽക്കുന്നത് പോകുന്നത് നടക്കുന്നത് ഡ്രസ്സ് ഇടുന്നത് എല്ലാം കൂടെ എടുത്ത് ഇടുന്നതായിരിക്കും. വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നതായിരിക്കും. ഇപ്പം നമ്മളൊരു ഫാമിലിയിലല്ല, പേഴ്സണായിട്ട് പോലും എടുത്തു കഴിഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവസി എന്തായാലും വേണം. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാ വീട്ടുകാരും കറക്റ്റാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീറ്റായിട്ട് അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കള്ളം മാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. പേരൻസ് ആവട്ടെ അല്ലെങ്കിൽ മക്കൾ തമ്മിലാവട്ടെ അങ്ങനത്തുള്ള ഏത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. അങ്ങനെയാണ് ഒരു ഫാമിലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നടക്കത്തില്ല. ഇങ്ങനത്തുള്ള ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്നവന്മാരുടെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന അടിയും കാര്യങ്ങളും മെയിനായിട്ട് എടുത്തിടുന്നതായിരിക്കും. എന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറേ നാൾ അതിനെ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനത്തുള്ള പല യൂട്യൂബേഴ്സും ഉണ്ട് ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നത്. വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവം ഇതാണൊക്കെ ഉണ്ടെങ്കിൽ വെളിയിട്ടിട്ട് അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാണ് കുഴപ്പമില്ല, എൻ്റെ സഹോദരൻ്റെ കയ്യിലാണ് കുഴപ്പം, ഞങ്ങളുണ്ടെങ്കിൽ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല, ഇവിടുന്ന് മാറി താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടി ഉണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കുറച്ച് നാളൊക്കെ താമസിച്ചതിന് ശേഷം പിന്നെ വീഡിയോ ആയിട്ട് ഞാനുണ്ടെങ്കിൽ തിരിച്ചു വന്ന് അമ്മയായിട്ട് ഒന്നിച്ചു അതിനെക്കുറിച്ച് സംസാരം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് വെച്ചായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഈ അടിയാവുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീട്ടുകാരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എവനാണ് ഒരു ബോധമുണ്ട്. എവൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകണം, അതിന് വേണ്ടി എണ്ണിക്കണമെന്നുള്ളത് എവ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടെങ്കിൽ എണ്ണിപ്പിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ അലാറം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിന് വേണ്ടിയും കൂടെയാണ് ഈ ഫോണിലുണ്ടെങ്കിൽ അലാറം സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. അതിന് നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തന്നെയാണ്, അതല്ലാതെ കാണാൻ വേണ്ടിയല്ല. നമ്മളുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മീറ്റിങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമുക്ക് അത്ര അത്യാവശ്യം വന്ന് ഈ തലേന്ന് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അലാറം വെച്ചിരിക്കുന്നത്. എനിക്ക് ഒന്ന് മാത്രമല്ല, എനിക്കറിയുന്ന
ഒരുപാട് പേരുണ്ട്. ഈ ഒരു 10-20 അലാറമെങ്കിലും വെച്ചിരിക്കുകയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 മിനിറ്റ് എണ്ണിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് അങ്ങനെ എണ്ണിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അലാറം വെക്കുന്നതായിരിക്കും. അങ്ങനത്തുള്ള പല ഓപ്ഷനും ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് തന്നെ അമ്മ എന്നെ വന്ന് എണ്ണിപ്പിക്കണം. അമ്മ ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. അവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വല്ല കുഴപ്പം എന്തെങ്കിലും പറയുന്നത് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അവനുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ എണ്ണിപ്പിക്കുക. അതല്ലെങ്കിൽ അമ്മ അറ്റ്ലീസ്റ്റ് ഒന്ന് സഹായിക്കുകയെങ്കിലും ചെയ്യുക. അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളൊന്നും അവൻ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. ആകപ്പാടുണ്ടെങ്കിൽ വന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അവൻ വീഴുന്ന കരയുകയാണ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഇങ്ങനത്തെ ഒന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അമ്മയെ സമാധാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫോണെങ്കിലും മാറ്റി വെക്കണ്ടേ. അതാണ് ഒരു മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഫാമിലി നടക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇങ്ങനത്തെ ഉള്ളത്. ഇതൊക്കെ ഫാമിലി പേഴ്സണലായിട്ടുള്ള ഒരു പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പൈസ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനത്തുള്ള പ്രശ്നം നടക്കുന്ന ആൾക്കാർ ബാഡ് കമൻറ്റ് ഇട്ട് എന്നാലെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് കളയുക. എന്നാലും ഇപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അതൊന്നൊക്കെ മൊത്തത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു വട്ടം സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിനെക്കുറിച്ചുള്ള ക്ലിപ്പും കാര്യങ്ങളും പിന്നെയും കടന്നുകൊണ്ടിരിക്കുക. അത് വേറൊരു കാര്യം. എന്നാൽ പോലും ഉണ്ടെങ്കിൽ എവനുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് കിടപ്പുണ്ട്. അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പോൾ അമ്മയ്ക്കുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തമില്ല. അവൻ്റെ ഭാര്യയെ നോക്കണമെന്നോ അല്ലെങ്കിൽ അവനെ നോക്കണമെന്നോ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കണമെന്നുള്ളത് ഒരു ഉത്തരവാദിത്തമില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു. ഇപ്പോൾ ഇവർ മാറി താമസിക്കുക, വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇവർ തന്നെ എണീക്കണം. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ തന്നെ നോക്കണം. ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടെ നോക്കണം. ഇപ്പോൾ ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ രാവിലെ വെളുപ്പിലെ എണീക്കുക, ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നോക്കുക, ഭർത്താവിൻ്റെ കാര്യം നോക്കുക, അവരുടെ അച്ഛനും അമ്മയുടെയും കാര്യം നോക്കിയിട്ട് അവരുടെ കാര്യം നോക്കി അതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഒരു 8-9 മണിയാകുമ്പോൾ തന്നെ ഉണ്ട് ഈ ഓഫീസിൽ പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലും ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഉള്ളതിൻ്റെ ഇടയിലാണ് യവന്മാർ ഇതേ കണക്ക് വന്നിട്ട് എൻ്റെ ഭാര്യ എന്താണ് എണ്ണിപ്പിക്കാത്തതെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് അടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ രാവിലെ കുറച്ച് പതുക്കെ എണ്ണിച്ചാൽ മതി. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു പ്രായമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ശരീരത്തിനൊക്കെ നല്ല വേദനയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ കാണും. ഇപ്പോൾ പിള്ളേർക്ക് തന്നെ ഇത്രയും 20-30 ഇപ്പം നമുക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര താല്പര്യമൊന്നും ഇല്ലാതായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ ഒരു 8 മണി വരെ ആവട്ടെ, അല്ലെങ്കിൽ 10 മണിക്കായാലും എണ്ണിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ് നമുക്ക് അച്ഛനും അമ്മയും അവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ലേറ്റായിട്ട് എണീക്കണമെന്ന് ആഗ്രഹം കാണും. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അമ്മ നേരത്തെ എണീച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത്. ഇപ്പം നന്ദി പറയുന്നത് വേണ്ടേ, അതൊക്കെ വേറൊരു കാര്യം. അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാതിരിക്കും, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ എവനുണ്ടെങ്കിൽ ഈ കാര്യം എടുത്ത് അത് വീഡിയോ ആയിട്ടിട്ട് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സിനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബോധമില്ലാത്ത പ്രവർത്തനമാണ് ഈ ചെയ്യുന്നത്. അതല്ലാതെ വേറെ ഇതിന് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടി അമ്മയും ഇതേ കണക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതായിരിക്കും. അതല്ലെങ്കിൽ ഇതേ കണക്ക് അവൻ ചെയ്യുന്നത് ഒരു ബോധമില്ലാത്തൊരു പരിപാടിയാണ്. ഇപ്പോൾ അവൻ്റെ അച്ഛൻ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവൻ്റെ അറ്റ്ലീസ്റ്റ് അവൻ്റെ ഭാര്യയ്ക്കെങ്കിലും പറയാം അതൊന്നും തെറ്റില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. ഇത് അവൻ്റെ കയ്യിലെ മെയിനായിട്ടുള്ള തെറ്റാണ്. അത് മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചാടി കടിച്ച് അമ്മയെ കരയിപ്പിക്കുകയാണ് ഇവൻ ചെയ്തിട്ടുള്ളത്.